റവാഡ ചന്ദ്രശേഖരനെ പുതിയ DGP-ആയി നിയമിച്ച വിഷയത്തിൽ മലക്കം മറിഞ്ഞ CPM നേതാവ് P. ജയരാജൻ പാർട്ടിയിൽ നിന്ന് വിമർശനം നേരിട്ട സാഹചര്യത്തിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനത്തിനൊപ്പമാണ് താനെന്ന നിലപാടുമായി P. ജയരാജൻ രംഗത്തെത്തിയത്. ഇതോടെ P. ജയരാജനും കൂത്തുപറമ്പ് രക്തസാക്ഷികളെ തള്ളിപ്പറയുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. റവാഡ ചന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് തന്റെ പരാമർശം ദുർവ്യാഖ്യാനം ചെയ്തെന്നും മന്ത്രിസഭാ തീരുമാനത്തിലോ CPM-വുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ തനിക്ക് വ്യതിചലനം ഉണ്ടായിട്ടില്ലെന്നും P. ജയരാജൻ വിശദീകരിച്ചു. കൂത്തുപറമ്പ് വെടിവയ്പിൽ റവാഡയ്ക്ക് പങ്കുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ജയരാജൻ ഒഴിഞ്ഞുമാറി. മെറിറ്റ് അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. മന്ത്രിസഭാ തീരുമാനത്തെ താൻ എതിർത്തിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നത് എന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPM-വുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല, സർക്കാരിൻ്റെ തീരുമാനത്തെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരാണല്ലോ. മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു പാർട്ടി എന്ന നിലയ്ക്ക് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയല്ലല്ലോ ഗവൺമെൻറ്റിനോട് ഇത് നിർദ്ദേശിക്കേണ്ടത്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. അതിനെതിരായിട്ട് ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ആ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. DGP-യുടെ നിയമനം രക്തസാക്ഷി കുടുംബം ഉൾക്കൊള്ളുമോ എന്ന ചോദ്യത്തിനും ജയരാജൻ മറുപടി നൽകിയില്ല. അതേസമയം DGP-യും കൂത്തുപറമ്പും വരും ദിവസങ്ങളിലും പാർട്ടിക്ക് തലവേദന ആകുമെന്ന സൂചന തന്നെയാണ് P. ജയരാജന്റെ വാക്കുകളിലും നിറയുന്നത്. അതോടൊപ്പം കൂത്തുപറമ്പ് രക്തസാക്ഷികളെ P. ജയരാജനും തള്ളിപ്പറയുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജനം, കണ്ണൂർ.